ഹലോ വെൽക്കം ടു ഇൻസ്പയർ ടെക്നിക്കൽ PSC. അപ്പോൾ നമ്മൾ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ. ഓക്കെ, അപ്പോൾ അതിന്റെ കൂടെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കൂടെ തന്നെ നമ്മൾ ഇറിഗേഷൻ ഓഫീസർ ഗ്രേഡ് 1ന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത മാസം ഉണ്ടാവും. അപ്പോൾ അതും ഡിപ്ലോമ മെക്കാനിക്കൽ ആയതുകൊണ്ട് നമ്മൾ അതിന്റെയും അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും കൂടെ ഒരു കമ്പൈൻ ബാച്ച് ആയിട്ടായിരിക്കും പോവുക. അപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സ്ക്ലൂസീവിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഓവർസിയറിൽ വരാനുള്ളത് പ്രധാനമായും ടെക്നിക്കൽ മാത്സ് മാത്രമാണ്. അപ്പൊ അതും കൂടെ നമ്മുടെ ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തായിരിക്കും നമ്മൾ ഒരു കോഴ്സ് മുമ്പോട്ട് പോകുക. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിൽ നിന്നാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് ആണ്. അപ്പോൾ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിൽ നമ്മൾ ഏകദേശം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ടോട്ടൽ സിലബസ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ മെക്കാനിക്കൽ. ഓക്കെ, ഡിപ്ലോമ മെക്കാനിക്കൽ ആണ് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ DME ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ DMEയിൽ ഏകദേശം ഒരു 10 മോഡ്യൂൾസോളം ഉണ്ട്. ഇതിൽ എന്തൊക്കെ പഠിക്കേണ്ടതുണ്ട്, കാരണം ഒരു പ്രോബ്ലം രീതിയിൽ വരുന്ന ഒരു ഏരിയ ആണ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ. അതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകണം. ഒരു തിയറി പോർഷൻസ് പോലെ അല്ല അവിടെ വരിക. കുറച്ച് ഇക്വേഷൻസും അതുമായി ബന്ധപ്പെട്ട സിമ്പിൾ പ്രോബ്ലംസ്, ഏറ്റവും സിമ്പിൾ ലെവലാണ് വരിക. എന്നാൽ നമ്മളൊരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ ഒരു എക്സാം ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഒരു SSC JEE ഒക്കെ വരുന്ന ബേസിക് ക്വസ്റ്റ്യൻസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകും. കാരണം പ്രോബ്ലംസ് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് പഠിക്കണം. കാരണം അത്യാവശ്യം വേക്കൻസീസ് ഒക്കെ വരുന്നതും അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നതും ആയതുകൊണ്ട് ഒരു എന്താ പറയാ, എങ്ങനെ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് അറിയാത്തതുകൊണ്ടല്ല നമുക്ക് എപ്പോഴും നമ്മുടെ എക്സാമുകളിൽ വരിക. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനും നമുക്ക് ആ രീതിയിലുള്ള ആൻസർ ചെയ്യാനും പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഞാൻ എന്തായാലും ജസ്റ്റ് അതിന്റെ സിലബസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മീൻസ് നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ സിലബസ് ആയിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിപ്ലോമ സിലബസിലായിരിക്കും മുമ്പോട്ട് പോകുക. അതിൽ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിന്റെ സിലബസ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. കാരണം കൂടുതൽ പേർക്കും ബിടെക് കഴിഞ്ഞ ആൾക്കാരുള്ളത് കൊണ്ട് ഡിപ്ലോമ ലെവൽ എന്തൊക്കെ പഠിക്കണം എന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബോൾട്ട് നട്ട് കീ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇതിന്റെ സിമ്പിൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3ലും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഡിപ്ലോമ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയും ബേസിക്കിലേക്ക് പോകണ്ട. ഇവിടെ കൂടുതൽ നമ്മളോട് ഡിസൈൻ അനാലിസിസിലേക്കായിരിക്കും കാര്യങ്ങൾ പോകേണ്ടത്. കാരണം ഇവിടെ വരുന്ന ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കീന്റെ ടൈപ്സ്, അതിന്റെ സ്ട്രെങ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് അതിന്റെ സ്ട്രെങ്ത് കൺസിഡർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് സ്ക്രൂ ജാക്കിന്റെ ഏരിയ. സ്ക്രൂ ജാക്കിൽ സിമ്പിൾ ഇക്വേഷൻസ് ആണ്, അതിന്റെ എഫിഷ്യൻസി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സാധാരണ വരാറ്. അപ്പൊ അതും നമുക്ക് നോക്കണം. സിമ്പിൾ പ്രോബ്ലംസും നോക്കണം. അതായത് ഒരു മാർക്കിന് നമുക്ക് ആ ഒരു വിത്തിൻ 30 സെക്കൻഡ്സിൽ സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലംസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കി പോയാൽ മതി. നെക്സ്റ്റ് ആണ് ടോർഷൻ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വരുന്നുണ്ട്. അത് സോളിഡ് ഷാഫ്റ്റ് ഹോളോ ഷാഫ്റ്റ് ആണ്. അത് നമ്മൾ നോർമലി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലൊക്കെ പഠിക്കുന്ന അതേ ടോപ്പിക് തന്നെയാണ് ഇവിടെയും വരിക. നെക്സ്റ്റ് കപ്ലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. എത്ര ടൈപ്പ് കപ്ലിംഗ് ഉണ്ട്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഡിസൈൻ ക്രൈറ്റീരിയാസ് കാര്യങ്ങളാണ് അവിടെ വരിക. പിന്നീട് ബെയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബെയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്പർ, അതുപോലെ തന്നെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എത്രത്തോളം ജനറേറ്റ് ചെയ്യുന്നു, അതിന്റെ ഇക്വേഷൻസ്, അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ്. ഈ LBD റേഷ്യോ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ആ ചാർട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നതാണ് ക്യാം എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, ക്യാം ടെർമിനോളജിയിൽ നിന്ന് വലിയ ഡിഫിക്കൽട്ടീസ് വരാനില്ല. കാരണം ഇവിടെ നമുക്ക് നോർമലി നമുക്കറിയാം ഡിപ്ലോമ ലെവലായാലും അത് ബിടെക് ലെവലായാലും ഇവിടെ ക്യാം പ്രൊഫൈൽ വരയ്ക്കലൊക്കെ ആയിരിക്കും നമ്മൾ വലിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഏറ്റവും ബേസിക് ടേംസിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരിക. എന്നാലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടന്റ് ഏരിയ തന്നെയാണ്. നെക്സ്റ്റ് ആണ് ഗവേണേഴ്സ് ആൻഡ് ഫ്ലൈ വീൽ എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, അപ്പൊ ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം സ്പീഡിന്റെ ഇക്വേഷൻസ്, ഹൈറ്റ് ഓഫ് ഗവേണേഴ്സിന്റെ ഇക്വേഷൻ, ടൈപ്പ് ഓഫ് ഗവേണർ, അതൊക്കെ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. കാരണം ഇവിടെ നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടേംസ് ആണ് ഇവിടെ കൂടുതലായിട്ടും വരിക. എന്താണ് ഹണ്ടിങ്, എന്താണ് സെൻസിറ്റീവ്നെസ്, എന്താണ് സ്റ്റെബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടവര്. നെക്സ്റ്റ് ആണ് ഫ്ലൈ വീൽ എന്ന് പറയുന്ന ഏരിയ. ഫ്ലൈ വീൽ വരുമ്പോൾ ഈ ഗവർണറുമായിട്ടുള്ള ഒരു കമ്പാരിസണും അതുപോലെ തന്നെ ഈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ആണ് അവിടെ വരുന്നത്. ഒരു എനർജി സ്റ്റോർഡ് ഇൻ ഫ്ലൈ വീലിന്റെ ഇക്വേഷൻ ആണ് ബേസിക് ആയിട്ട് വരാറ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് അറിഞ്ഞേക്കാം. അതുപോലെ തന്നെ ബെൽറ്റ്, റോപ്പ് ആൻഡ് ചെയിൻ ഡ്രൈവിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഏരിയാസും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗിയേഴ്സ് ആൻഡ് ഗിയർ ട്രീ. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ അഗ്രോ മെഷീനറി ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാം പറഞ്ഞ സമയത്ത് അഗ്രോ
ഒരു കുറച്ച് ടോപ്പിക്സ്, കൂടുതലൊന്നുമില്ല, ഒരു ചിലപ്പോൾ ഒരു 20% ഒക്കെ നമ്മൾ അപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന്. അതായത് സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഗിയർ ഡ്രൈവ് തന്നെ എടുക്കുകയാണെങ്കിൽ ഗിയർ ട്രെയിൻ അന്ന് പഠിക്കാനുണ്ടായിരുന്നു, ബാക്കിയൊന്നും പഠിക്കാനുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ റോപ്പ് ബെൽറ്റ് ഡ്രൈവ് ഒക്കെ അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റെക്കോർഡ് സെക്ഷൻസ് ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് തുടക്കത്തിൽ നമ്മൾ ഡിസൈനിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. കാരണം ലൈവ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഒരു രീതി വേറെയാണ്, ലൈവ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത്. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ട് വരിക. പിന്നെ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് മാക്സിമം സോൾവ് ചെയ്ത് തന്നെ പോകണം. എത്രത്തോളം നമ്മൾ സോൾവ് ചെയ്തു എന്നനുസരിച്ചുണ്ടാവും നമുക്ക് ആ ഒരു എക്സാമിന്റെ ടൈമിൽ നമ്മൾ ആ ഒരു സോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയമൊക്കെ വേരി ചെയ്യുക. ഇപ്പൊ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതപ്പോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് കൺസെപ്റ്റ് ആ സമയത്ത് വന്നോളുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, കൃത്യമായി തന്നെ റിവൈസ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പൊ എനിവേ നമുക്ക് നാളെ തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. DME നിന്ന് തന്നെ നമുക്ക് എന്തായാലും തുടങ്ങി വെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ഇൻസ്റ്റെഡ് ഓഫ് ക്ലാസ് നിങ്ങൾ ബുക്സും നല്ല രീതിയിൽ തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. കാരണം നമുക്ക് ഇതൊരു ഹാർഡ് വർക്ക് ആണ് അല്ലെ, അതായത് ഒരു കണ്ടിന്യൂസ് ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ് നമുക്ക് ഒരു ജോബ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊരിക്കലും എന്തല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്യുന്ന കാര്യമല്ല അല്ലെ. ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് നമുക്ക് ഏറ്റവും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള ഇത് ടോപ്പിക് കഴിഞ്ഞുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുക, ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എല്ലാവർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന നമുക്ക് ജോലി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. അപ്പൊ നമുക്ക് നാളെ നമ്മുടെ ക്ലാസ്സുകൾ തന്നെ നമുക്ക് നേരിട്ട് കാണാം. അതുവരേക്കും തൽക്കാലം ബൈ.